ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ആയുഷ്മാൻ അവൻ ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. അവനെ ആവണിക്ക് പരിചയപ്പെടുത്തിയത് ദേവനാണ്. അവന്റെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിൽ ഒരാൾ മാത്രമാണ് ആവണി. ഇവനെ കണ്ടെത്തിയ ശേഷം അവൾ മറ്റുള്ള എല്ലാ എഴുത്തുകാരെയും മറന്ന മട്ടാണ്. അവൻ എഴുതുന്നതെല്ലാം അവൾക്ക് ഇഷ്ടമാവുന്നു എന്നല്ല, അവളുടെ ഇഷ്ടങ്ങളാണ് അവൻ എഴുതുന്നത്. അതൊരു യാദൃശ്ചികതയല്ല, ഈശ്വരൻ കാത്തുവെച്ച വിധിയാണ്. അവനോട് തോന്നുന്ന പ്രണയത്തിന് ഒരു ലോജിക് ഇല്ലെന്ന് അവൾക്കറിയാം. അല്ലെങ്കിലും ഭ്രാന്തന് എന്ത് ലോജിക്? അവന്റെ ഓരോ വാക്കുകളും അവളെ അവനിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ടിരുന്നു. അവന്റെ തൂലികയുടെ ആഴമറിയാത്ത ചുഴിയിൽ അവൾ ചുറ്റിക്കൊണ്ടേയിരുന്നു. മരണം കൊണ്ടുപോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നുമില്ല. ആയുഷ്മാന്റെ റിപ്ലൈയിലേക്ക് നോക്കി കുറെ നേരം അവൾ ഇരുന്നു. എന്തിനാവും അവൻ ചിരിച്ചത്? കളിയാക്കിയതാവും, അല്ലെങ്കിൽ തന്റെ പ്രണയം അവന് തമാശയായിട്ട് തോന്നിയിട്ടുണ്ടാവും. എന്താ ചിരിച്ചത്? അവളുടെ ആദ്യത്തെ പരിഭ്രമം കുറെയൊക്കെ മാറിയിരുന്നു. ഇതിനിപ്പോ ഇനി എപ്പോൾ മറുപടി കിട്ടുമോ ആവോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ സെൻഡ് ബട്ടൺ പ്രസ് ചെയ്തു. ചിരിക്കാതെ എന്താ ചെയ്യാ? തന്റെ പൊട്ടത്തരം കേട്ടപ്പോൾ ചിരിക്കാനാണ് തോന്നിയത്. ഞാൻ പറഞ്ഞത് പൊട്ടത്തരമല്ല. പെട്ടെന്ന് തന്നെ മറുപടി കിട്ടിയത് അവളെ സന്തോഷിപ്പിച്ചെങ്കിലും ആ മറുപടി അവളിൽ ചെറിയൊരു പോറലുണ്ടാക്കി. അവളുടെ വാക്കുകളിലെ സങ്കടവും ദേഷ്യവും നിരാശയും മനസ്സിലാക്കി അവൻ മറുപടി നൽകി. താൻ എന്നെക്കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇത് തന്റെ ബാലിശമായ ചിന്തയാണ്. കുറച്ചു കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാവും. തന്നെ ഒരു വിഷമത്തിൽ കൊണ്ടെത്തിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എന്റെ സ്നേഹവും എനിക്കുള്ള സർവ്വതും. അവിടേക്ക് നീ എന്നല്ല മറ്റൊരാൾക്കും പ്രവേശനമില്ല. ഇനി എന്റെ യാതൊരു മറുപടിയും താൻ പ്രതീക്ഷിക്കേണ്ടതില്ല. നിനക്ക് നല്ലത് വരട്ടെ. ആയുഷ്മാന്റെ ടെക്സ്റ്റ് വായിച്ചതും വല്ലാത്തൊരു തളർച്ച അവളെ ബാധിച്ചു. ചുറ്റും ഇരുട്ട് മൂടി ഒരിറ്റു വെളിച്ചത്തിനായി അവളുടെ മനസ്സ് കിതച്ചുകൊണ്ട് ലക്ഷ്യമില്ലാതെ ഓടി. ഫോൺ എടുത്ത് ദേവനെ വിളിക്കണമെന്നും അവനോടെല്ലാം പറയണമെന്നും ആഗ്രഹിച്ചെങ്കിലും അതിനു പോലും കഴിയാതെ അവളുടെ മനസ്സും ശരീരവും തളർന്നു. ലാപ്ടോപ്പ് ടേൺ ഓഫ് ചെയ്യാതെ വെറുതെ അടച്ചുവെച്ച് ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കാതെ തറയിലിരുന്ന് അവൾ ബെഡിലേക്ക് തലചായ്ച്ചു. ശൂന്യത നിറഞ്ഞ മരവിപ്പായിരുന്നു അവളുടെ മനസ്സ് നിറയെ. എത്ര നേരം അങ്ങനെ ഇരുന്നുവെന്ന് അവൾ അറിഞ്ഞില്ല. സമയം മുന്നോട്ടു പോകും തോറും ആയുഷ്മാന്റെ മനസ്സിൽ ഭയം കൂടുകൂട്ടാൻ തുടങ്ങി. പെട്ടെന്ന് തുറന്നടിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാവേണ്ടതാണ്. എന്താവും ആവണി പ്രതികരിക്കാത്തത്? ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ആവണി കണ്ണു തുറക്കാതെ തന്നെ അറ്റൻഡ് ചെയ്തു. ഈ നേരത്ത് ദേവനല്ലാതെ ആരും വിളിക്കാനില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്തേ ദേവേട്ടാ? അവളുടെ ശബ്ദത്തിലെ സങ്കടം അവൻ തിരിച്ചറിഞ്ഞു. ഉറങ്ങിയില്ലേ നീയ്? ദേവേട്ടൻ എന്തേ ഉറങ്ങാത്തെ? ഒന്നുമില്ല, നാളെ രാവിലെ ശിവന്റെ അമ്പലത്തിൽ വരണുണ്ടോ നീ? ദേവൻ അപ്പോൾ തോന്നിയ ഒരു കള്ളം പറഞ്ഞു. ഇല്ല, ഞാൻ വരണില്ല. വല്ലപ്പോഴും ഒക്കെ ഈശ്വരനെ കാണാൻ പോയിന്ന് വെച്ച് ദോഷമൊന്നും വരാനില്ല. രാവിലെ നേരത്തെ എഴുന്നേറ്റ് റെഡി ആയിക്കോ കേട്ടോ. ശരി, ദേവേട്ടന്റെ ഇഷ്ടം, ഞാൻ വരാം. അവളുടെ മറുപടി കേട്ടപ്പോൾ അവന് തെല്ലൊരു ആശ്വാസമായി. മനസ്സിന്റെ ഭാരം തെല്ലൊന്ന് അടങ്ങിയതുപോലെ. സീതാമേ. ഉമക്കുട്ടിയോ? രാവിലെ അമ്പലത്തിലേക്കോ? സെറ്റ് സാരി ഉടുത്ത് ഈറൻ മുടി വിടർത്തിയിട്ട് വന്ന ഉമയെ കണ്ട് സീത വാത്സല്യത്തോട് ചോദിച്ചു. അതെ സീതാമേ, ദേവേട്ടൻ രാവിലെയാ പറയുന്നേ. പിന്നെ ഇടുപിടിന്ന് പോന്നതാ? ആ, അവനും ഉണ്ടോ? ഉണ്ടേ. നീലക്കരയുള്ള ഡബിൾ മുണ്ടും കരയ്ക്ക് ചേരുന്ന ഷർട്ടും ഇട്ട് അവൻ ചിരിയോടെ അകത്തേക്ക് വന്നു. ഇരിക്കെ, ചായ എടുക്കാം. വേണ്ട സീതമേ, ഞങ്ങൾ ആവണിയെ വിളിക്കാൻ വന്നതാ. നല്ല ആളാ. അവൾക്ക് ഇങ്ങനെ നല്ല ശീലങ്ങളൊന്നും ഇല്ലെന്ന് അറിഞ്ഞൂടെ? അവൾ എഴുന്നേറ്റിട്ട് പോലും ഉണ്ടാവില്ല. ഹേയ്, അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞതാണല്ലോ, ഞാൻ പോയി നോക്കാം. ഉമ ആവണിയുടെ മുറിയിലേക്ക് നടന്നു. വാതിലിൽ 2 തവണ തട്ടിയിട്ടും തുറക്കാഞ്ഞ് ഉമ വാതിൽ തള്ളി തുറന്നു. അടച്ചുവെച്ച ലാപ്പിനരികിൽ തലവെച്ച്
തറയിലിരുന്ന് ഉറങ്ങുന്ന ആവണിയെ കണ്ട് അവൾ അരിശത്തോടെ സ്വയം പറഞ്ഞു, തഥൈവ, സീതാമ്മയ്ക്ക് തെറ്റിയില്ല. ഉമ അടുത്ത് എന്ന ആവണിയെ പതിയെ തട്ടി വിളിച്ചു. പലതവണ വിളിച്ചിട്ടും ഒരനക്കവും ഇല്ലെന്ന് കണ്ട് ഉമ അവളെ കുലുക്കി വിളിച്ചു. എന്നിട്ടും ആവണി അനങ്ങിയില്ല. ഉമ ചെറുതായി പേടിച്ചു. ഇവളെന്താ കേൾക്കാത്തെ? ഉമ അവളെ പിടിച്ചുയർത്തി. അവൾ വിളി കേട്ടില്ല, കണ്ണുകൾ തുറന്നില്ല. ദേവേട്ടാ എന്ന ഉമയുടെ ആർത്തനാദം കേട്ട് സീത അവിടേക്ക് ഓടി. ദേവന്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത് മരവിച്ച വിറയൽ പാഞ്ഞുപോയി. അവൻ ഭാരം കൂടിയ കാലുകൾ വലിച്ചുവെച്ച് ആവണിയുടെ മുറിയിലേക്ക് ഓടി. മോളെ ആവണി! ഉമയും സീതയും കരയാൻ തുടങ്ങി. ആവണിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സീതയെ കണ്ട് ഈശ്വര, ചതിച്ചോ എന്നൊരു നിലവിളി അവന്റെ ചുണ്ടുകളിൽ ചതഞ്ഞു. ദേവൻ അടുത്തു ചെന്ന് ആവണിയെ എടുത്തുയർത്തി. ഒരു വാടിയ ചേമ്പിൻ തണ്ടുപോലെ അവൾ അവന്റെ കൈകളിലേക്ക് വീണു. ഒരു മിന്നൽ പിണർ അവന്റെ നെഞ്ചിൽ പുളഞ്ഞു. ആവണി! അവന്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവളുടെ കവിളിൽ തൊട്ട കൈ ഷോക്കേറ്റതുപോലെ അവൻ പെട്ടെന്ന് പിൻവലിച്ചു. അവളുടെ ശരീരം അപ്പോൾ മഞ്ഞുകെട്ട പോലെ തണുത്തിരുന്നു.